ഹായ്, ഇന്റലിജൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു ഫസ്റ്റ് മൊഡ്യൂൾ അല്ലെ. ഇനി നമ്മൾ ഇന്റലിജൻസിന്റെ അസസ്മെന്റ്, അതേപോലെ ആപ്റ്റിറ്റ്യൂഡിന്റെ അസസ്മെന്റ്, അച്ചീവ്മെന്റ്, ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് മൊഡ്യൂളിൽ നോക്കുന്നുണ്ടാവും. അപ്പൊ നമുക്ക് ഇന്റലിജൻസിന്റെ അസസ്മെന്റിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ഇന്റലിജൻസിന്റെ അസസ്മെന്റ് ഇന്ന് കാണുന്ന രീതിയിൽ എത്താൻ വേണ്ടി അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരുപാട് സ്കോളേഴ്സും സൈക്കോളജിസ്റ്റുമാരൊക്കെ ഉണ്ട്. അവരെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ ആദ്യത്താണ് സർ ഫ്രാൻസിസ് ഗാൾട്ടൺ. ഇദ്ദേഹമാണ് മെന്റൽ ടെസ്റ്റിംഗിലേക്ക് ഫാദർ എന്നറിയപ്പെടുന്നത്. ഇവരെന്താ ചെയ്തെന്ന് വെച്ചാൽ റിയാക്ഷൻ ടൈം വെച്ചിട്ട് ഇന്റലിജൻസിനെ അളക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. എല്ലാത്തിനും ഒരു ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ക്വാളിറ്റി, ഇന്റലിജൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഇൻഹെറിറ്റഡ് ആണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ട്. എല്ലാത്തിനും ഒരു ബയോളജിക്കൽ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഫ്രാൻസിസ് ഗാൾട്ടന്റെ പ്രധാന കോൺട്രിബ്യൂഷൻ. അടുത്തതാണ് ആൽഫ്രഡ് ബിനെ. ആൽഫ്രഡ് ബിനെ ആണ് ആദ്യത്തെ ഇന്റലിജൻസ് ടെസ്റ്റ് ഉണ്ടാക്കണം. എനിക്ക് തോന്നുന്നു 1905 ഇദ്ദേഹം ഫ്രാൻസിലെ കുട്ടികളുടെ ഇടയിൽ, ഫ്രഞ്ച് കുട്ടികളുടെ ഇടയിലാണ് ഇങ്ങനെ ടെസ്റ്റ് കൊണ്ടുവരുന്നത്. ജഡ്ജ്മെന്റ്, കോംപ്രിഹെൻഷൻ, റീസണിങ്, ഇതൊക്കെയായിരുന്നു അതിൽ അളന്നിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു ഇന്റലിജൻസ് ടെസ്റ്റ് കൊണ്ടുവന്ന സൈക്കോളജിസ്റ്റ് ആണ് ആൽഫ്രഡ് ബിനെ. അടുത്ത ആളാണ് ലൂയിസ് ടെർമാൻ എന്ന് പറയുന്നത്. ലൂയിസ് ടെർമാൻ ഇന്റലിജൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരുപാട് കാലം നമ്മൾ ഉപയോഗിച്ചിരുന്ന സ്റ്റാൻഫോർഡ് ബിനെറ്റ് സ്കെയിൽ കൊണ്ടുവന്നു. ആൽഫ്രഡ് ബിനെറ്റ് കൊണ്ടുവന്ന സ്കെയിലാണ്, പക്ഷെ അദ്ദേഹം അത് എഡിറ്റ് ചെയ്തു. 1916-15 കാലഘട്ടങ്ങളിൽ അദ്ദേഹം എഡിറ്റ് ചെയ്തിട്ട് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ആയിരുന്നു. അതുകൊണ്ടാണ് സ്റ്റാൻഫോർഡ് ബിനെറ്റ് സ്കെയിൽ എന്ന് പറയുന്നത് അദ്ദേഹം മാറ്റിപ്പോ. അപ്പോൾ അങ്ങനെ ഒരു സ്കെയിൽ കൊണ്ടുവന്ന അത് വളരെ റെലവെന്റ് ആയിട്ടുള്ള സൈക്കോളജി ഫീൽഡ് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്കെയിലാണ്. ആ സ്കെയിലിനെ കുറിച്ച് നമ്മൾ കുറച്ച് പഠിക്കും. അപ്പൊ അങ്ങനെ സ്കെയിൽ കൊണ്ടുവന്ന ആളാണ് ലൂയിസ് ടെർമാൻ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് IQ എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ഇന്റലിജൻസ് കോൺഷ്യന്റ് എന്നൊക്കെ പറയും, ആ കോൺസെപ്റ്റ് ഒക്കെ കൊണ്ടുവന്നത് ആള് ലൂയിസ് ടെർമാൻ ആണ്. ഇന്റലിജൻസിന് പല ടെസ്റ്റുകൾ ഉണ്ടാവും. ആ ടെസ്റ്റുകളൊക്കെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്തിന്റെയൊക്കെ ബേസിൽ ഡിവൈഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് ടെസ്റ്റുകൾ എന്ന് പറയാം. ഇൻഡിവിജ്വൽ എന്നുള്ള പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ, ഓരോരുത്തരും ആയിട്ട് നടത്തുന്ന ടെസ്റ്റുകളായിരിക്കും ഇൻഡിവിജ്വൽ ടെസ്റ്റ്. ഗ്രൂപ്പ് ടെസ്റ്റ് എന്തായിരിക്കും, ഗ്രൂപ്പായിട്ട് നടത്താൻ പറ്റിയ ടെസ്റ്റുകളായിരിക്കും. ഇൻഡിവിജ്വൽ ടെസ്റ്റ് നമുക്ക് കുറെ കൂടി സ്കിൽഡ് ആയിട്ടുള്ള ലേബർ വേണ്ടി വരും. കാരണം ഓരോ ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ റാപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളൊക്കെ പ്രാക്ടിക്കൽ ചെയ്യുന്ന ആൾക്കാരല്ലേ, അപ്പൊ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇൻഡിവിജ്വൽ ടെസ്റ്റ് നടത്തുമ്പോൾ നമ്മൾ അവരായിട്ട് റാപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതിനുള്ള കാര്യങ്ങൾ ചെയ്യും, കുറച്ചുകൂടി സ്കിൽഡ് ആയിട്ടുള്ള ലേബർ വേണ്ടി വരും. പിന്നെ പൊതുവെ ഇത്തരം ടെസ്റ്റുകൾ നടത്താറ് ഒരു ക്ലിനിക്കൽ സെറ്റിംഗിലൊക്കെയാണ്. പക്ഷെ ഗ്രൂപ്പിന് അങ്ങനെയൊന്നും വേണ്ടിയില്ല. ഇതിനെ കുറിച്ച് അറിയാം, പക്ഷെ അത്ര തന്നെ ഇൻഡിവിജ്വൽ അത്ര തന്നെ സ്കിൽഡ് ലേബറോ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സെറ്റിംഗോ തന്നെ വേണമെന്നില്ല. ഇൻഡിവിജ്വലായും ഗ്രൂപ്പായിട്ടും നടത്താറുള്ള ഒരു ടെസ്റ്റ് ആണ് റേവൻസ് പ്രോഗ്രസീവ് മാട്രിക്സ് ടെസ്റ്റ്. എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറഞ്ഞു കൊടുക്കും. ഇനി അടുത്തൊരു തരം ക്ലാസിഫിക്കേഷൻ ആണ് വെർബൽ വേഴ്സസ് നോൺ വെർബൽ. നോൺ വെർബലിന്റെ പെർഫോമൻസ് എന്ന് വിളിക്കൂട്ടോ, പെർഫോമൻസ് ടെസ്റ്റുകൾ. അപ്പോ വെർബൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വാക്കുകൾ ഉപയോഗിച്ചിട്ട്, എന്താ പറയുക, വേർഡ്സ് ഉപയോഗിച്ചിട്ടുള്ള ടെസ്റ്റുകളാണ് വെർബൽ ടെസ്റ്റുകൾ. ഇതിനെന്തായിരിക്കണം, അവര് ലിറ്ററേറ്റ് ആയിരിക്കണം, അവർക്ക് എഴുത്തുമായി അറിയാം, അല്ലാതെ ഇങ്ങനെ വാക്കുകൾ വെച്ചിട്ട് അവർ മനസ്സിലാക്കാം അല്ലെ. പക്ഷെ നോൺ വെർബൽ അല്ലെങ്കിൽ പെർഫോമൻസ് ടെസ്റ്റിന് അവർ ലിറ്ററേറ്റ് ആവണമെന്നില്ല. ഇപ്പൊ അവർക്ക് ഭാഷ കൈകാര്യം ചെയ്യാൻ എഴുത്തും വായനയും അറിഞ്ഞില്ലെങ്കിൽ പോലും നോൺ വെർബൽ ടെസ്റ്റുകൾ ചെയ്യാൻ പറ്റും. നോൺ വെർബൽ ടെസ്റ്റിന് ഒരു എക്സാമ്പിൾ ആണ് ഭാട്ടിയുടെ ടെസ്റ്റ്. ഇന്ത്യൻ ഒറിജിനിൽ നടത്തുന്ന ഒരു ടെസ്റ്റാണ്. ആ ടെസ്റ്റ് ഒക്കെ നോൺ വെർബൽ ടെസ്റ്റ് ആണ്, വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് വെർബൽ ടെസ്റ്റ് ഉള്ളത്. നോൺ വെർബൽ ടെസ്റ്റ് എങ്ങനെയാ, ആ ടാസ്കിലുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ മെറ്റീരിയൽസിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് എന്ത് നോൺ വെർബൽ അല്ലെങ്കിൽ പെർഫോമൻസ് ടെസ്റ്റിലെ ആളുകൾ ചെയ്യുക. ഭാട്ടിയുടെ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയണം, ഭാട്ടിയ ചെയ്തവർക്ക് അറിയണം. അതിലിപ്പോ അലക്സാണ്ടർ സ്പാസലോങ് ഒക്കെ ആണെങ്കിൽ അതിൽ പറഞ്ഞ പോലെ ആ ബ്ലോക്കിനെ നമ്മൾ ടാസ്കിലുള്ള ആ ബ്ലോക്കിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് നമ്മളൊരു പ്രത്യേക ഇതിലേക്ക് എത്തിക്കുക. അപ്പൊ അതാണ് വെർബൽ ടെസ്റ്റും നോൺ വെർബൽ ടെസ്റ്റുകളും തമ്മിലുള്ള വ്യത്യാസം.